ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ്, എൻ്റെ കുറച്ച് ബ്യൂട്ടിയുടെ ഒക്കെ സീക്രട്സ് ഒക്കെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അതൊന്നുമല്ല, ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള, നിങ്ങൾ വാങ്ങിക്കരുതാത്തതുമായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒരു കൊട്ട നിറയുണ്ട്. ഇതിന് കൂടുതലുണ്ടായിരുന്നതൊക്കെ എൻ്റെ വീട്ടിലിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ 2-3 ഞാൻ വെച്ച് മറന്നിട്ട് വേറെ പോയിട്ടുണ്ട്. ഈ കൊട്ട നിറച്ചുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോയ്സ്ചറൈസറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലം മുതൽ ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ബയോട്ടിക്കിൻ്റെ അഡ്വാൻസ് ആയുർവേദ. അന്ന് ഞാനിത് ഉപയോഗിച്ച് എന്നതിനാന്ന് പറഞ്ഞാൽ വെളുക്കാൻ സൂപ്പറാണെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു സൂപ്പറാണെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കി ഇത് വാങ്ങിക്കരുത്. അങ്ങനെ കുറേ കാലം യൂസ് ചെയ്തു. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ്. പിന്നെ ഒരു പരിധിയായി നമ്മുടെ ഇതിനെപ്പറ്റി അറിഞ്ഞറിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇതങ്ങ് പതുക്കെ നിർത്തി. എന്നാലും ഞാൻ കല്യാണത്തിൻ്റെയൊക്കെ മുന്നേ ഇതിലൊരെണ്ണം വാങ്ങിയായിരുന്നു. തീരാറായി, പിച്ചിടങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ എൻ്റെ കറണ്ട് ഫേവറേറ്റ് അല്ല. എൻ്റെ കറണ്ട് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പോൺസിൻ്റെ ഇതാണ്. ഇതിൻ്റെ പല ഉണ്ടല്ലോ ഇതിൻ്റെ. അതൊക്കെ ഞാൻ മേടിക്കും. ഇതിൻ്റെ ജെല്ല് വാങ്ങിക്കും, ഇതിൻ്റെ ക്രീം വാങ്ങിക്കും, ഇത് മോയ്സ്ചറൈസർ വാങ്ങിക്കും. ഇതെല്ലാം എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിക്കും. ഈ 2 മോയ്സ്ചറൈസറാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫേസ് വാഷിലേക്ക് പോകാം. ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ നേരത്തെ എൻ്റെ ഫേവറേറ്റ് മമാർത്തിൻ്റെ ടീയുടെ ട്രീ ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ഇത് തീർന്നു, കാലിയ. അതുപോലെ ഗാർണിയറിൻ്റെ ബ്രൈറ്റനിങ് ഫേസ് വാഷ്. ഇവന്മാർ രണ്ടുപേരും മോശക്കാരൊന്നുമല്ല. പക്ഷെ ഇപ്പം ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ല. ഇതിനെ ഞെക്കി ഇതിൻ്റെ എല്ലാ ആമാണ്ടവരെ ഞാൻ ചീറ്റി വെച്ചേക്കുക. എന്നിട്ടിപ്പോൾ പുതിയ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഈ ഫേസ് വാഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് സ്ഥിരതയില്ല. എനിക്ക് ഏതൊക്കെ ബ്രാൻഡ് ഇറങ്ങുന്നോ അതിൻ്റെ എല്ലാം മേടിച്ച് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇത് രണ്ടും ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് ഫേവറേറ്റ് അല്ല. പക്ഷേ ഇത് ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരുപാടെണ്ണം ഞാൻ വാങ്ങിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം മതി. ഈ മമാർത്തിൻ്റെ തന്നെ റൈസിൻ്റെ ഫേസ് വാഷ് ഉണ്ട്, അത് അടിപൊളിയാണ്. പക്ഷെ ഇപ്പം ഞാനൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പം എൻ്റെ കറന്റ് ഫേവറേറ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഇവനാണ്. പോൺസിൻ്റെ നിയാസിനമൈഡ് പ്ലസ് വിറ്റാമിൻ സി എന്ന് പറഞ്ഞ ഒരു ഫേസ് വാഷ് ഉണ്ട്. ഇതിന് 2 യൂസേജാണ്. ഇത് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. ഉള്ളവരൊക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമുള്ളവരൊക്കെ. ഇതൊരു സൂപ്പർ. അത് മസ്റ്റ് ട്രൈ ചെയ്യുക. 149 രൂപയുള്ളൂ. ഇതിപ്പം പർപ്പിളിൽ അങ്ങോട്ട് ഓഫർ നടക്കുന്നുണ്ട്. സൂപ്പർ സാധനം. ഇനി ഒരു ഫേസ് വാഷ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, കാണിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഒരു ഫേസ് വാഷിനെ കുറിച്ച് എനിക്ക് 10 പറയാനുണ്ടെന്ന്. അത് ഈ ഗുഡ് വൈബ്സിന്റെ ഈ ഫേസ് വാഷാണ്. ഇത് യൂസ് ചെയ്തിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ പേഴ്സണലി ഉള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഇതാരും വാങ്ങരുത്. ഇത് ചാർക്കോൾ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ഇതിൽ വാങ്ങിയത് നല്ലതായിരിക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷെ ഇത് യൂസ് ചെയ്തപ്പോൾ തന്നെ ആദ്യത്തെ യൂസ് തന്നെ ഞാൻ ഫ്ലാറ്റായി. കാരണം എന്ന് വെച്ചാൽ ഇത് വരുന്നില്ലടേ, മോന്തയ്ക്ക് ഇട്ടിട്ട് വരുന്നേ ഇല്ല. ഞാൻ ഒരുപാട് ഒരച്ചിട്ടൊക്കെ ഇത് സാധനം വന്നു. ഇത് എൻ്റെ മാത്രം സ്കിന്നിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് വാങ്ങരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ അല്ല, ബോഡി ലോഷൻസ് ആണ്. എൻചാൻഡറിൻ്റെ ബോഡി ലോഷനാണിത്. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ നിവിയയുടെ കൊക്കോ നറിഷിംഗ് ലോഷൻ. ഇതും എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതെല്ലാവരും യൂസ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ള ആളുകൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആരാണ്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എനിക്കിത് കൊണ്ടു തന്നതായിരുന്നു. പിന്നെ ഞാൻ തന്നെ പൈസ കൊടുത്തല്ല, എനിക്ക് ചേട്ടൻ എൻ്റെ ബ്രദർ വാങ്ങി തന്ന ഇത് വാസ്ലൈൻ്റെ കൊക്കോ ഗ്ലോയുടെ ബോഡി ലോഷൻ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇനി പറയാൻ പോകുന്നത് സൺസ്ക്രീനെ കുറിച്ചാണ്. എനിക്ക് ഒത്തിരി സൺസ്ക്രീൻ ഒന്നുമില്ല, ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല. എനിക്കിതിനെക്കുറിച്ച് വലിയ ബോധവും ഇല്ലായിരുന്നു. ആ ടൈമിൽ ഞാൻ ഒരെണ്ണം വാങ്ങി. എല്ലാവരും പറഞ്ഞു സൺസ്ക്രീമൊക്കെ ഇട്ടില്ല മോന്തൊക്കെ പൊള്ളിപ്പോന്നല്ല കരിവാളിക്കും എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ചുമ്മാ വാങ്ങിച്ചത്. എന്തോ VLCC എന്ന് പറഞ്ഞ എന്തോ ഒരു ബ്രാൻഡിൻ്റെ ആണ്. എൻ്റെ വേറെ നെയിമൊന്നും ഞാൻ അത് കാണുന്നില്ല. പക്ഷെ ഇത് യൂസ് ചെയ്ത് 2-3 തവണ എങ്ങാണ്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ചേച്ചി കൊണ്ടുതന്ന ഒരെണ്ണം കാണിച്ചു തരാം. അത് സൂപ്പർ സാധനമാണ്. അത് നമ്മൾ ഇട്ടെന്ന് പോലെ അറിയില്ല. പക്ഷെ ഇതിട്ട് നല്ലപോലെ നമുക്ക് എടുത്തറിയാൻ പറ്റും. അത് ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും സൂക്ഷിക്കുന്ന ഒരു ബോക്സ് ഉണ്ട്, ലാസ്റ്റ് കാണിച്ചു തരാം. അത് ഈ സൺസ്ക്രീം ഞാൻ യൂസ് ചെയ്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് വാങ്ങിച്ചതാണ് ഗുഡ് വൈബ്സിൻ്റെ
ഫേസ് മാസ്ക് കുട്ടാൻ്റെ. ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്തപ്പോൾ നല്ലതായിരുന്നു, നല്ല ഒരു എഫക്റ്റൊക്കെ കിട്ടുന്നുണ്ട്, നമ്മുടെ ഫുള്ള് ടാനൊക്കെ പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇപ്പം പർപ്പിളിൽ ഓഫർ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഗുഡ് വൈബ്സിൻ്റെ സാധനങ്ങൾക്കൊക്കെ. നല്ലൊരു സാധനം കേട്ടോ, വാങ്ങിക്കുന്നവർക്കൊക്കെ വാങ്ങിക്കാം. പിന്നെ ഷാമ്പു ആണ്. ഇത് ബ്രസീലിയൻ്റെ കെരാറ്റിൻ സ്മൂത്ത് ഷാമ്പു ആണ്. ഇതെനിക്ക് ചേച്ചി കൊണ്ടു തന്നെ കേട്ടോ, ചേച്ചിയുടെ ഫാർമസി പ്രോഡക്റ്റ് കേട്ടോ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഇത് യൂസ് ചെയ്തപ്പോൾ തലമുടി മൊത്തവും പൊഴിഞ്ഞു പോകുന്നതായിട്ടാണ് തോന്നിയത്. പക്ഷേ ബാക്കി ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്, എല്ലാവരും ഇത് യൂസ് ചെയ്യാറുണ്ട്. ചേച്ചി ഇതാണ് യൂസ് ചെയ്തത്. കെരാറ്റിൻ സ്മൂത്തനിങ് ബ്രസീലിയൻ്റെ അങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് അതിനകത്ത് കേട്ടോ. ചേച്ചി കാണുമ്പോൾ എന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, ഇന്നിപ്പോൾ ബാഡ് ഇതൊക്കെ പ്രകാരമുള്ള ഫാർമസി പ്രോഡക്റ്റായത്. ഇത് കൊള്ളാം, നല്ല സാധനമാണ്. പക്ഷേ എനിക്കിത് പിടിക്കുന്നില്ല കേട്ടോ. ഇത് അവരുടെ ഫാർമസി മാത്രമേ കിട്ടത്തുള്ളൂ എന്നും തോന്നുന്നു. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇത് വിറ്റാമിൻ സിയുടെ ഒരു സെറമാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇതിങ്ങനെ ഷോയ്ക്ക് വാങ്ങിച്ചു വെച്ചേക്കുവാണോന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നു. പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ ഒക്കെ കൊണ്ടുവന്ന് വരുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യണം. ഇതൊരു സെറമാണ്. പിന്നെ ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ മറ്റിൻ്റെ ബോക്സ്. ഇത് നമ്മുടെ മറ്റുള്ള സൈഡ് ബാഗാണ്. അതിപ്പോൾ എൻ്റെ ബോക്സായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. ഇതിനകത്താണ് ഞാൻ എന്നും യൂസ് ചെയ്യുന്നത്, എവിടെയെങ്കിലും പോകുമ്പോൾ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ഉള്ള സാധനം. ഇതിനകത്താണ് എൻ്റെ സൺസ്ക്രീം ഉള്ളത്. ഇത്രയും ചെറിയ സൺസ്ക്രീമാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഡെർമ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീമാണ്. ഇത് സൂപ്പർ സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഭയങ്കര വിലയാണിത്. നമ്മുടെ ഇവിടെ ഒന്നും കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഫാർമസി പ്രോഡക്റ്റാണ്. ചേച്ചി ഫാർമസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി കൊണ്ടുവന്നേ വന്നപ്പോൾ ഇത് സൂപ്പർ സാധനം കേട്ടോ. ഇത് ഡെർമ. ഇതിൻ്റെ എന്തെങ്കിലും അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെയെന്ന് പറഞ്ഞാൽ ലാക്മിയുടെ ഒരു ഹൈലൈറ്റർ ഉണ്ട് ഈ ബോക്സിനകത്ത് കേട്ടോ. ഇതിനകത്ത് തന്നെ വെക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ പണിയാം. പിന്നെ ഒലയുടെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് ക്രീമുണ്ട്. ഇത് പണ്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു, ഇപ്പോഴും ഫേവറേറ്റാ. പക്ഷെ അന്നത്തെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ വാങ്ങിയതാണ്, പക്ഷെ ഫ്ലോപ്പായിപ്പോയി കേട്ടോ. പിന്നെ നമ്മുടെ ഐടെക്സിൻ്റെ ഒരു പൊട്ടുണ്ട്. പിന്നെ ലിപ് ബാം ഉണ്ട്. പിന്നെ ഒരു ഇതുണ്ട്, എന്താ പറയുക, ഹൈബ്രോ പെൻസിലുണ്ട്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തൊന്നുമില്ല, ചുമ്മാ അതെടുത്തിട്ടേക്കോ. പിന്നെ നൈക്കയുടെ ഒരു വാട്ടർ പ്രൂഫിൻ്റെ ഐലൈനർ ഉണ്ട്. പിന്നെ ചേച്ചി ഇവിടെ കഴിഞ്ഞ ആഴ്ച 2-3 ആഴ്ച ചേച്ചി വന്നായിരുന്നു. അപ്പം ചേച്ചിയുടെ മേക്കപ്പ് ബോക്സിനകത്തൊന്ന് അടിച്ചു മാറ്റിയതല്ല, ചോദിച്ച് കെഞ്ചി വാങ്ങിച്ചതാണ്. ഇത് നൈക്കയുടെ അല്ലല്ലോ, എൻവൈബയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണിത്. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ്. ഗിഫ്റ്റ് എന്നല്ല, അവൾക്ക് മേടിച്ചപ്പോൾ ഷെയ്ഡ് കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ അവൾ എനിക്ക് പക്ഷെ എനിക്ക് നല്ല ഇരുന്നുണ്ട്. ഇപ്പം ഇട്ടേക്കുന്നില്ല. ഡാസ്ലറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണിത്. ഇത് ഷെയ്ഡ് C23 ആണ്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് വൈറ്റ് കളറിലുള്ള ഒരു പാട് വന്നായിരുന്നു ബാക്കിൽ. അപ്പം ഇവിടെ നമ്മുടെ ഈ കഴുത്തിൻ്റെ ബാക്കിൽ അപ്പം വാങ്ങിയൊരു ക്രീമായത്. ഇത്രയേ ഉള്ളൂ ഈ ബോക്സിനകത്ത്. ഇത്രയൊക്കെ ഉള്ളതല്ലേ നമ്മുടെയൊക്കെ കളക്ഷൻസിലുള്ള സാധനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് ബോറടിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കടേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാൻ. ബൈ, സീ യു.